ഗുഡ് ഈവനിങ് ഗൈസ്. അപ്പോൾ വീണ്ടും ക്യാരം ബോർഡ് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ വഴിയിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് അൽക്കോറിലാണ്. ദോഹയിലെ ഇങ്ങേ അറ്റമാണ് അൽക്കോർ എന്ന് പറയുന്ന സ്ഥലം. ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലോട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നടന്നാണ് പോകുന്നത്. ഇതൊരു GMC മുതലാളിയുടെ വീടാണ്. പുള്ളി GMCയുടെ ഭയങ്കര ഫാനാണ്. പഴയ വണ്ടി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ വണ്ടിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പഴയ വണ്ടികളുടെ ഒരു ആരാധകനാണ് പുള്ളിയുടെ വണ്ടിയാണ്. ഞാൻ എപ്പോഴും ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഇത് കാണാറുണ്ട് ഈ വണ്ടി ഇങ്ങനെ. നമ്മുടെ സ്വന്തം മുത്തായ ആരിസ് ഇതാ വരികയാണ്. ഇന്ന് താർക്കോ? ഇന്ന് ഓടിക്കുമോ? കരയിക്കുമോ? എന്നാ കരയിക്കും? ഉറപ്പാണോ? നടത്തിക്കും, ഉറപ്പ് തന്നെ. നോക്കട്ടെ, പറയണ മുഖം ഒന്ന് കണ്ട് നോക്കട്ടെ. അല്ല, മുഖോടെ കാണിയില്ലേ നീ? ഓക്കെ, ശരി, അപ്പോൾ കാണാം. അപ്പം റിയാസക്കയുടെ വില്ലയിലോട്ട് കയറുകയാണ്. ഇപ്പം കാണാം, റിയാസക്ക ഇവിടെ തർത്തീബാത്തിലാണ്. റിയാസക്ക വല്ല നടക്കുമെന്ന്? റിയാസക്ക അന്തം വിട്ട് നോക്കണുണ്ടോ? റിയാസക്ക ഒരു എൻജിനീയറൂടെയാണ്. പുള്ളി എല്ലാ വർക്കുകളും സെൽഫായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം റിയാസക്ക നാണക്കെടുത്തല്ലേ? എന്നാ എന്തിനു കാണിക്കുന്നത്? ആരിസ് മുഖം കാണിക്കത്തില്ല. ആരിസ് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. ആരിസേ, നല്ല നടക്കുമോ? ഇന്ന് നടക്കും, ഉറപ്പാണ്. ഇന്ന് തോറ്റോണ്ട് പോയി ജയിച്ചോണ്ട് പോവും? അനീഫ, ആരിസ് പറഞ്ഞ കേട്ടല്ല, നോക്കിയാ? നമ്മുടെ ആശാൻ ഫിറ്റ് ചെയ്ത ലൈറ്റ് കത്തുമോ കത്തൂലേ? ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ആരിസ് പോയിട്ടുണ്ട്. ആരിസ് ഉടനെ തന്നെ വരുന്നതാണ്. ബോർഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് അനീഫ പറഞ്ഞിട്ടുണ്ട് ആരിസിനെ കരയിച്ചിട്ടേ വിടും. പള്ളിക്കരയുടെ ആവേശമായ അനീഫയുടെ അനീഫ ഭയങ്കര കളിക്കാരനാണ് കേട്ടോ. പള്ളിക്കരയെ ഇന്ന് വീട്ടിലിരുത്തുമെന്ന് പറഞ്ഞ് ദാ വന്നിരിക്കുന്നു നമ്മുടെ സ്വന്തം ആരിസ്. ആരിസേ, ഈ പറക്കുന്ന കളിക ആവുമോ ലാസ്റ്റ്? റിയാസക്ക ഉണ്ടാ? എന്താ കത്താത്ത? പിന്നെ പള്ളിക്കരേനെ മൊത്തത്തിൽ ഇരുട്ടിലാക്കി. റിയാസക്കാര സെറ്റപ്പാണ്, ഇരുട്ടിലായി ഗൈസ്. വീണ്ടും പരീക്ഷണത്തിലാണ്. ഒരു പ്രാവശ്യം ഇപ്പോൾ പൊട്ടിത്തെറിച്ചേ ഉള്ളൂ. അനീഫ എടെ ആരിസേ, ജയിക്കോ? ഫസ്റ്റ് കളി തന്നെ തോറ്റ്. റിയാസക്ക ജയിക്കോ? 1-1. ആരിസ